ഹായ് ഹലോ എല്ലാവരും നമ്മുടെ സേമിയ ഉപയോഗിച്ച് ഉപ്പുമാവ് ഉണ്ടാക്കുന്ന ആൾക്കാരാണല്ലോ. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. എല്ലാ പ്രാവശ്യം ഒരുപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ഒരു വെറൈറ്റി ആയിട്ടുള്ള സംഭവമാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മൈ ഡ്രീംസിലോട്ട് എല്ലാവർക്കും സ്വാഗതമാണ്. ആദ്യം തന്നെ നമ്മൾ ഒരു കപ്പ് അളവിൽ സേമിയാണ് എടുക്കുന്നത്. ഞാൻ ഒരു കപ്പ് തികച്ചെടുക്കുന്നില്ല. ഈ ഒരു മുക്കാൽ കപ്പിന് ഒരു അരക്കപ്പിന് ഒരു അല്പം കൂടെ മുകളിലായിട്ടാണ് ഇത് എടുക്കുന്നത്. ഇത് ഓൾറെഡി നമ്മൾ വറുത്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ ഈ സേമിയ. അതുകൊണ്ട് ഇനി വറക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി നമുക്ക് കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വേണം. ഇതൊക്കെ ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് കൊണ്ടുവരാം. ആദ്യം തന്നെ നമ്മളിത് ഇഞ്ചിയാണ് എടുക്കുന്നത് കേട്ടോ. ഒരു 2 കഷ്ണം ഇഞ്ചി. നമ്മൾ ഉപ്പുമാവിനൊക്കെ എടുക്കുന്ന പോലെ തന്നെ ഇതിന് ചെയ്യുന്നുണ്ട്. ഇതിന് നമ്മൾ തേങ്ങയും കാര്യങ്ങളും ഒന്നും വേണ്ട. എന്നാൽ ഭയങ്കര ടേസ്റ്റിയുമാണ് കേട്ടോ. അപ്പോൾ ഇതാ നോക്കിക്കോ. അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഒരു ചെറിയ സവാള ഇതുപോലെ കുനുകുനാന്ന് അരിയുന്നുണ്ട്. അതുപോലെ ഒരു വലിയ തക്കാളി എടുക്കുന്നുണ്ട് കേട്ടോ. തക്കാളിയുടെ പുളി ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ, ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ ഒരു ഒരു തക്കാളിയുടെ പകുതി എടുത്താലും മതി. പിന്നെ നമ്മൾ കുറച്ച് പച്ചക്കറികളൊക്കെ ആയിട്ട് കുറച്ച് ക്യാരറ്റും അതുപോലെ തന്നെ ബീൻസും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് പച്ചക്കറികളൊക്കെ എടുത്തോളൂ കേട്ടോ. പിന്നെ പച്ചക്കറികളൊക്കെ ഇതുമാതിരി നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊണ്ടുവന്നാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്കിതിൽ ഏതെങ്കിലും കൂട്ടണോ കുറയ്ക്കോ ഒക്കെ വേണമെങ്കിൽ നമ്മുടെ സാധാ നമ്മൾക്ക് എന്താ പറയുക, സവാള മാത്രമായാലും മതി. പിന്നെ ഇത് കറിവേപ്പില, പിന്നെ ഒരു മുളക് ഞാൻ എടുക്കുന്നുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങളുടെ പച്ചമുളകിൻ്റെ അളവിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി, അതൊന്നും വിഷയമുള്ള കാര്യമൊന്നും അല്ല കേട്ടോ. അപ്പോൾ അത് നോക്കിക്കോ. അത് കഴിഞ്ഞ് നമ്മുടെ ഒരു പാൻ വെച്ച്, പാനിലോട്ട് ഞാൻ ഇപ്പോൾ എടുക്കുന്നത് നെയ്യാണ്. നെയ്യ് ഞാൻ എടുത്തു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിലും ഇത് ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ എപ്പോഴും ചെയ്യാറുള്ളത് പോലെ തന്നെ കടുക് പൊട്ടിച്ചെടുക്കുക കേട്ടോ. നമുക്ക് കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ ഈ കുനുകുനാന്ന് അരിഞ്ഞ് വെച്ചേക്കുന്ന നമ്മുടെ ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇഞ്ചിയായിരുന്നു ആദ്യം ഇടേണ്ടത്. ഞാൻ ആദ്യമേ കുറച്ച് അണ്ടിപ്പരിപ്പ് ഉണ്ടായിരുന്നു കേട്ടോ, കാഷ്യൂനട്ട്. അതങ്ങ് ഇട്ട് കൊടുത്തു. അതിൻ്റെ ബേക്കിൽ നിന്ന് തന്നെ കുറച്ച് ഇഞ്ചിയും കൂടെ അങ്ങ് ഇട്ട് കൊടുത്തിട്ട്, ആദ്യം നമുക്ക് ശരിക്കും ഇഞ്ചിയാണ് ഇടേണ്ടിയിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇതെല്ലാം ഒന്ന് സോർട്ടായി വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ സവാള കുട്ടന്മാരെ എടുത്ത് തട്ടിക്കൊടുക്കാം. സവാള ഇടുന്ന സമയത്ത്, ഈ ഒരു സമയത്ത് നമുക്ക് എല്ലാത്തിനും കൂടെ വേണ്ടിയിട്ടുള്ള ഉപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ അല്പം ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ചേർത്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ടൊന്ന് വഴറ്റി നമ്മുടെ സവാള ഒന്ന് സോഫ്റ്റായി വരുമ്പോഴത്തേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ക്യാരറ്റും ബീൻസും കൂടെ എടുത്തിടാം. മട്ടർ ഇടാം. അതുപോലെ തന്നെ നമുക്ക് കാഷ്യൂനട്ട് ഇല്ലെങ്കിൽ നമ്മുടെ കപ്പലണ്ടി ഉണ്ടല്ലോ, നമ്മുടെ പിന്നെ കടല, അതൊക്കെ ഇതിൽ ചേർക്കാം. ഉഴുന്ന് പൊടി ചേർക്കാം. ഉഴുന്ന് പൊടിയല്ല കേട്ടോ, ഉഴുന്നൊക്കെ ചേർക്കാം കേട്ടോ ഈ നമ്മൾ താളിക്കുന്ന സമയത്ത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചുമാണ്. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വേവിക്കും. വളരെ കുറച്ച് സമയം മാത്രം അടച്ചു വെച്ച് വേവിച്ചാൽ മതി. ഇനിയും ഇതിൽ കുക്കിംഗ് ഒക്കെ വരുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വലിയ തക്കാളിയില്ലേ, അതും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് വഴറ്റി ഒന്നും കൂടെ ഒന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിച്ച് കൊണ്ടുവരാമേ. നമ്മുടെ സവാള ഒന്ന് നല്ല പോലെ ഒന്ന് സോഫ്റ്റ് ആവണം, അത്രയും തന്നെ ധാരാളം. ഇപ്പം നോക്കിക്കോ, നമ്മുടെ സവാള നല്ല പോലെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ആ സ്പാച്ചിൽ ഉപയോഗിച്ച് തന്നെ തക്കാളി നല്ല മാതിരി ഒന്ന് ഉടച്ചു കൊണ്ടുവരാം. ഇത് കഴിഞ്ഞ് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. പൊടിയായിട്ട് ഞാനിപ്പോൾ ചേർക്കുന്നത് നമ്മുടെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഞാൻ ഇപ്പോൾ ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് ഞാനിപ്പോൾ ഇട്ടതുകൊണ്ട് മക്കൾക്ക് കൊടുക്കാനുള്ളതുകൊണ്ട് ഞാൻ മുളക് പൊടി ചേർക്കുന്നില്ല. കാരണം ഓൾറെഡി നമ്മൾ ഒരു മുളക് ചേർത്തിട്ടില്ലായിരുന്നോ. പിന്നെ അതിൽ തന്നെ നമ്മൾ കുറച്ച് മസാല, അതായത് ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. മല്ലിപ്പൊടി ഞാൻ ചേർക്കുന്നില്ല. അപ്പോൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും മാത്രമാണ് ചേർക്കുന്നത്. ഇതേ സമയം നിങ്ങൾക്ക് ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ചേർക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടെ ഇതിൻ്റെ പച്ചക്കുത്തും കാര്യങ്ങളൊക്കെ മാറുന്നവരെ നല്ലപോലെ ഒന്ന് ഇളക്കി നമുക്ക് കൊണ്ടുവരാം. ഇനി ഈ അതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഉപയോഗിക്കാം. നമ്മളൊരു 3/4 കപ്പിലാണ് സേമിയ എടുക്കുന്നതെങ്കിൽ 1 കപ്പ് തന്നെ നമുക്ക് വെള്ളം വേണം കേട്ടോ. ഒരു കപ്പ് വെള്ളം കൂടെ വീഴ്ത്തി നമുക്കൊന്ന് തിള വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒന്ന് തിളയൊക്കെ വന്നു കഴിയുന്ന സമയത്ത്, ഈ ഒരു സമയത്ത് നിങ്ങൾ ഉപ്പ് നോക്കിക്കോളൂ. ഒരല്പം ഉപ്പ് നമുക്ക് മുന്നോട്ട് വേണം, ഒരല്പം മാത്രം ഉപ്പ് മുന്നോട്ട് വേണം. നമ്മൾ സേമിയ ഇടുകയല്ലേ, അപ്പോൾ അതൊക്കെ നോക്കി ക്ലിയർ ആക്കുക. എന്നിട്ട് നമ്മുടെ സേമിയ എടുത്ത് അങ്ങോട്ടൊന്ന് തട്ടിക്കൊടുക്കുക. കുറച്ചായിട്ട് തട്ടിക്കൊടുക്കുക. ആദ്യം 2 പോർഷനായിട്ടാണ് ഞാൻ തട്ടിക്കൊടുത്തത് കേട്ടോ. ആദ്യം നമ്മളൊരു പോർഷൻ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി നല്ല ഭാഗത്താക്കിയതിന് ശേഷം വീണ്ടും അടുത്ത സ്റ്റെപ്പ് എടുത്ത് തട്ടുന്നു. അങ്ങനെ 2 സ്റ്റെപ്പായിട്ടാണ് ഞാൻ തട്ടിയിട്ടുണ്ടായിരുന്നത്. ഒരിക്കൽ തട്ടിയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ കാണാനും പറയാനൊക്കെ ഒരു ഗമ്മായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടോ. ഗമ്മല്ലല്ലോ, ഗുമ്മാന്നല്ലോ. ഓക്കെ, അതെല്ലാം കൂടെ കഴിഞ്ഞ് നല്ല രീതിക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു 5 മുതൽ ഒരു 7 മിനിറ്റ് വരെ നമുക്കൊന്ന് അടച്ചു വെച്ച് ഇങ്ങനെ ഒന്ന് വേവിച്ചെടുക്കണം. നമ്മൾ ഓൾറെഡി ഇത് വറുത്തതാണ് എങ്കിൽ പോലും കുറച്ചും കൂടെ ഒന്ന് വേവ് നമുക്ക് വേണമല്ലോ. അപ്പോൾ അതെല്ലാം കൂടെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് അതേ നോക്കിക്കോ, നമ്മളൊരു അടിപൊളി സേമിയ റെഡി ആയിട്ടുണ്ട്. ഇതേ രീതിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതൊരു കുറച്ച് സ്റ്റിക്കി ആയിട്ട് നമുക്ക് തോന്നും. ഇതല്ല, കുറച്ചും കൂടെ ഒന്ന് ട്രൈ ആവണം എന്നുണ്ടെങ്കിൽ ഇതുമാതിരി എല്ലാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരല്പം നേരം ചെറിയ സ്ലിമ്മിൽ, അതായത് നമ്മൾ ചെറിയ തീയിലിട്ട് ഒരു എന്താ പറയുക, 1 മിനിറ്റും കൂടെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നല്ല മാതിരി ഇതിൻ്റെ ഈർപ്പമൊക്കെ പിടിച്ച് നല്ല വടി പോലെ നിൽക്കുക എന്നൊക്കെ പറയില്ലേ, അതുമാതിരി
മാതിരി നിൽക്കും. ഇപ്പോൾ നോക്കിക്കോ, ഇതിപ്പോൾ ഏതാണ്ട് എല്ലാം നമുക്കിതൊന്നും ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല കേട്ടോ. എല്ലാം വെവ്വേറെയാണ് കിടക്കുന്നത്. നോക്കിക്കോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവം നമ്മളിത് ആവി പറക്കുന്ന ഒരു അടിപൊളി കിടുക്കാച്ചി സേമിയ മസാല ഉപ്പുമാവ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിന് പേരിടാം. ഞാൻ അങ്ങനെ തന്നെ പേരിട്ടേക്കുവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ പറയാം.